കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ചേർന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം അങ്ങനെ ഒരു മീറ്റിംഗ് കൂടേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണിയും സംഘം വിചാരിക്കുന്നത്. കൂടിയതുകൊണ്ട് സംഭവിച്ചത് കോട്ടയം മീറ്റിങ്ങിൽ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് UDF പോകണം എന്നുള്ളതാണ്, LDF വിടണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒക്കെ ശക്തമായി പറയുകയും, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ്റെ ഏതോ കാര്യം, മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഒരു മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടൊരു മന്ത്രിയെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അറിയാമായിരിക്കും, പോസിറ്റീവായാലും നെഗറ്റീവായാലും. എന്തായാലും മന്ത്രിയെ നന്നായി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തു, കണ്ണുരുട്ടി. ആ കണ്ണുരുട്ടലിൽ റോഷി വീണു. അതിൻ്റെ കൂടെ പ്രമോദ് നാരായണൻ കുറച്ച് എഴുത്തും വായനയും കുറച്ച് വേറൊരു തലത്തിലൊക്കെ ഒരു ഇടതുപക്ഷ മനസ്സുള്ള കേരള കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ പ്രമോദ് നാരായണനൊക്കെ കൂടി പറഞ്ഞപ്പോൾ ജോസ് കളത്തിങ്കലിനൊരു കൺഫ്യൂഷനായി, നമ്മുടെ ഈരാറ്റുപേട്ട MLA ഒരു കൺഫ്യൂഷനായി. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോസ് കെ മാണിക്ക് അപ്പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ കൺഫ്യൂഷനാണ് കോട്ടയത്ത് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് പിളർന്നാലും അത്ഭുതമില്ല. ഞാനിത് പറയാൻ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്ത് N ബ്ലോക്കായിട്ട് UDF കൂടെ ഉണ്ട്, ക്രിസ്ത്യാനികളും N ബ്ലോക്കായിട്ട് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞുകൂടെ. 2 ബ്ലോക്കാണ്, ഒന്ന് UDF ഒന്ന് LDF. മറ്റൊരു സാധ്യത കേരളത്തിൽ വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അടുത്ത ദിവസങ്ങളിൽ NSSൻ്റെ നമ്മുടെ സുകുമാരൻ നായരെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മകനെപ്പോലെ സ്വീകരിച്ച് ചായ കൊടുക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വന്നാൽ, സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചാൽ ക്രിസ്തീയ മൈനോറിറ്റിയുടെ ഇടയിൽ ഒരു ചർച്ച വരാൻ സാധ്യതയുണ്ട്. ചർച്ച മറ്റൊന്നുമല്ല, തുഷാർ വെള്ളാപ്പള്ളി ഈ BDJS-ഉം BJP ആയിട്ടൊക്കെ നിൽക്കുന്ന ആളായതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി അവിടെ പോയി നായർ ഈഴവ ഐക്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നേരെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് കൊടുക്കുമോ എന്നുള്ള ഒരു ഭയം ഈ നാടകം ഉണ്ട്. അതിനിപ്പോൾ ഞാൻ വേറൊരു നാടകം കൂടെ പറയാം, വേറൊരു സാധ്യത കൂടെ പറയാം. അത് ആരും പുറത്തു പറയാത്തൊരു സാധ്യതയാണ്. ഈ BDJS-ൻ്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു സാമുദായിക നേതാവായിട്ട് ഉയർത്തുകയാണ്. കാരണം ചർച്ചയ്ക്ക് പോകുന്നത് തുഷാറാണ്. അങ്ങനെ സാമുദായിക നേതാവായിട്ടൊക്കെ ഉയർന്നു വരുമ്പോഴായിരിക്കും BJP അടുത്ത ട്രംപ് കാർഡ് ഇറക്കുന്നത്. കാർഡ് വേറൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കുക. തീർന്നില്ലേ കഥ? തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രിയാക്കുന്നതോടുകൂടി നായർ ഈഴവ ഐക്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് അത് വലിയ ഗുണം ചെയ്യും, വളരെ വലിയ ഗുണം ചെയ്യും. അപ്പം ഈ പമ്പയാറ്റിലെ തീട്ടക്കണ്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ കുമാരൻ നായരെല്ലാം അത് വിഴുങ്ങും. കംപ്ലീറ്റ് എല്ലാവരും വിഴുങ്ങിയിട്ട് പറയാമെങ്കിൽ പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മന്ത്രിയാവുകയാണെങ്കിൽ എല്ലാ കഥയും മാറി, കേരളത്തിൻ്റെ രാഷ്ട്രീയം വീണ്ടും മാറി. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് തോന്നും ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ VD സതീശനും സംഘവും സണ്ണി ജോസഫും ഒക്കെ പണിയും. അങ്ങനെ കേരള കോൺഗ്രസ് ഒന്നുകിൽ UDF പോകും, അല്ലെങ്കിൽ 2-2 തന്നെ മാറും. ഇത് വരാനിരിക്കുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ഇതിനകത്തിൻ്റെ സാധ്യതകളാണ്, സാധ്യതകളിൽ നിന്ന് സാധ്യതകളിലേക്ക് പോകുന്ന സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. ഇത് സംഭവിക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും BJPക്കും ഓളം ഉണ്ടാവണം. അവർക്ക് ഓളമുണ്ടായാലും ഇത് സംഭവിപ്പിക്കാം. കാരണം എന്താ സംഭവിപ്പിക്കുക? തുഷാർ വെള്ളാപ്പള്ളിയെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കുക. തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രിയാക്കുന്നതോടുകൂടി ഈ ഈഴവ സമുദായത്തെയും വെള്ളാപ്പള്ളി നടേശനെയും BJPയോട് നിർത്താൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് NSSനെയും കൂടെ കൊണ്ടുവരാൻ പറ്റും. മിനിമം ഒരു കൺഫ്യൂഷനെങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റും. ആ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അപ്പുറത്തൊരു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അത് ക്രിസ്തീയ കൺസോൾട്ടേഷൻ. ഇനി ചിലപ്പോൾ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. വേറൊരു തിരിച്ചടി സാധ്യതയുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, BJPയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, ഈ ആളുകളെയൊക്കെ തല്ലുന്നതും കൊല്ലുന്നതുമാണ് പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രശ്നമില്ല, ഐറ്റമില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു സാധ്യത കൂടി അടിച്ചാൽ കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും, കേരള കോൺഗ്രസിൻ്റെ സാധ്യത NDA പോകുമോ അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണിയെ NDA പൊക്കിക്കൊണ്ട് നടക്കുമോ അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനമായി. അവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നാലും അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. അങ്ങനെ തോറ്റ് ജോസഫ് ഗ്രൂപ്പും മറ്റ് സംവിധാനങ്ങളുമൊക്കെ കോട്ടയം ജില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിടിച്ചതുപോലെ പിടിച്ചാൽ പിന്നെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി വാട്ടർലൂ ആകും. അത് വലിയ ചോദ്യചിഹ്നമാകും കേരളത്തിൽ. ഇടതുപക്ഷ മുന്നണി CPMൻ്റെയും CPIയുടെയൊക്കെ ഭാവി തന്നെ വലിയ ചർച്ചയാവുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാവിയും ഇരുളായിരിക്കും. ആ ഇരുട്ട് കണ്ടുകൊണ്ടാണ് ജനങ്ങളും അവരെ കൂടെ നിൽക്കുന്ന ജനങ്ങളും കുറേ MLAമാരും അതുപോലെ തന്നെ മേലധ്യക്ഷന്മാരും പള്ളിയിലച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ പറയുന്നത് ഇപ്പം തന്നെ ട്രെയിനിൽ നിന്ന് ചാടിക്കോ,
ഈ ട്രെയിൻ അടുത്ത് പോകുന്നത് ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെയാണ്. അത് കംപ്ലീറ്റ് വെള്ളമാണ് താഴെ. ചാടിയാൽ റോഡിൽ വീഴില്ല, ചിലപ്പോൾ കാലൊടിഞ്ഞുള്ളൂ. അതിൽ ഇപ്പം ചാടിക്കോ, ഇപ്പം ചാടിയാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് സ്ലോവിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാടുക, ഇനി സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചാടാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പറയുകയാണ്. അതുകൊണ്ട് ചാടാനാണ് സാധ്യത, അല്ലെങ്കിൽ രണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ രണ്ടായാൽ അതിലൊരു പീസ് NDAയിൽ പോകുമോ, കോൺഗ്രസിൽ പോകുമോ, UDFിൽ പോകുമോ? കേരളത്തിൽ ഭരണം കിട്ടും എന്നുള്ളൊരു സങ്കല്പത്തിൽ UDFിൽ പോകാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ സെക്കൻഡ് ഒരു പ്രയോറിറ്റി കിടക്കുന്നത് NDAക്കാരും വെറുതെ ഇരിക്കത്തില്ല. അവരും രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അവരും പണിയും. അങ്ങനെ രണ്ടാകുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് തീയായി, കനലായി, തീയായി, അത് അഗ്നിയായി ആളിക്കത്തി. രണ്ടാകുമോ? അതോ UDFിലേക്ക് തന്നെ, കംപ്ലീറ്റ് UDFിലേക്ക് തന്നെ പോകാനുള്ള? കാരണം അച്ഛന്മാർ ഇനി വെറുതെ ഇരിക്കത്തില്ല, അവരും പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പുറത്തെ സമുദായ നേതാക്കൾ പണി തുടങ്ങിയപ്പോൾ അപ്പുറത്തെ സമുദായ നേതാക്കൾ പണി തുടങ്ങിയിട്ടുണ്ട്, സമസ്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും സുന്നി, ഷിയ എല്ലാവരും കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കാലമാണ്. വികസനമൊക്കെ പോയി, വികസനവും ദാരിദ്ര്യവും പട്ടിണിയും വിലക്കയറ്റവും അതെല്ലാം പോയി. ഇപ്പോൾ ജാതി, മത, വർഗ, വർണ്ണ ചിന്തകൾ ആരാരെ കൂടെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതാണ് ഇനി കേരളത്തിന് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ച നടക്കുമ്പോൾ കേരള കോൺഗ്രസ് പിളർന്ന് രണ്ടായി മാറുമോ, അതോ അത് ഒറ്റ പാർട്ടിയായിട്ട് തന്നെ നിന്ന് UDFിലേക്ക് പോകുമോ? ഇനി മറ്റൊരു വലിയ സാധ്യത കാണുന്നത്, ഇനി UDFിലേക്ക് പോയില്ല, ഇവർ പിളർന്നില്ല എന്ന് വിചാരിക്കുക. LDF വേറെ സാധ്യതയാണ്, പൊളിറ്റിക്കൽ സാധ്യതയാണ്, പോസിബിലിറ്റി എന്ന് പറയുന്നത്. UDFിലേക്ക് പോയില്ല, പക്ഷേ അണികളിൽ വലിയൊരു വിഭാഗം UDFിലൂടെ കൂടെ പോകും. അത് അറിയാവുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ജോസ് കെ മാണി തന്നെയാണ്. വലിയൊരു വിഭാഗമായിരിക്കും UDFിൻ്റെ കൂടെ പോകാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ UDF അധികാരത്തിൽ വരികയും LDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസിന് പിളരാതെ തന്നെ അവരുടെ അസ്തിത്വം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചേക്കാം. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമുണ്ട്. കാരണം അവർ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ്. UDFിലേക്ക് പോകണമെന്ന് കുറച്ച് പേർ, പോകണ്ടെന്ന് LDFിൽ നിൽക്കണമെന്ന് കുറച്ച് പേർ, എന്നാൽ ഇത് രണ്ട് വിഭാഗത്തിലും നിൽക്കേണ്ട NDAയിൽ പോകണമെന്ന് പറയുന്ന കുറച്ച് പേർ, ഇങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ വലിയൊരു കൺഫ്യൂഷനിലേക്കാണ് പോകുന്നത്. ജോസ് കെ മാണിയുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ KM മാണിയാണ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറയുന്ന ലാസ്റ്റ് വാക്കാണ്, അവസാനം മാണി സാറിനെ ചുമതലപ്പെടുത്തുവർ. ഈ ചുമതലപ്പെടുത്തൽ ഇപ്പോൾ കേരള കോൺഗ്രസ് നടക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ KM മാണിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ, അല്ലെങ്കിൽ P ജോസഫിനെ ചുമതലപ്പെടുത്തിയിട്ട് പിന്നെ പാർട്ടി ചെയർമാൻ പറയും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ പാർട്ടി ചെയർമാൻ പറയുമെന്ന് പറഞ്ഞ് ജോസ് കെ മാണിക്ക് ബാറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. ഇവർ തന്നെ തീരുമാനമെടുത്ത് പോവുകയാണ്. അതിൽ വലിയ അപകടമുണ്ട്. ഏകഛത്രാധിപതിയെ പോലെ KM മാണി ഭരിച്ചതുപോലെ, PG ജോസഫ് ഭരിക്കുന്നത് പോലെ ഒരു ഏകഛത്രാധിപതി, അതായത് ഫൈനൽ ഡിസിഷൻ ചെയർമാൻ്റെ ആണ് എന്നുള്ള രീതിയിൽ വരാതിരുന്നാൽ അപകടത്തിലേക്ക് തന്നെ പോകും. എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇന്നത്തെ നിലയിലാണെങ്കിൽ ഒന്നുകിൽ UDFിൽ അല്ലെങ്കിൽ പിളർപ്പിലേക്ക്.